ഗുഡ് ഈവനിങ്. ഇന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ 40 യൂണിറ്റിലെ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞ യൂണിറ്റിലെ തിയറിയും അതുപോലെ തന്നെ പ്രോബ്ലംസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 50 യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസർട്ടൈനിങ് ദി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഹെഡിങ്. അപ്പോൾ ഇന്നിതിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? When a company buys material, it need to find the true cost of those materials. The main document used in the invoice. അതായത് അതിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഒരു കമ്പനി മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ ആ മെറ്റീരിയൽസിന്റെ ആക്ച്വൽ കോസ്റ്റ്, ട്രൂ കോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, കണ്ടെത്തേണ്ടത്. ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്നാ പറഞ്ഞത്? ഇൻവോയ്സ് ആണ്. ദ മെയിൻ ഡോക്യുമെന്റ് യൂസ്ഡ് ഇൻ ദി ഇൻവോയ്സ്. ഇൻവോയ്സ് ആണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്. ആൻഡ് ഇൻവോയ്സ് ഷോസ്, ഇൻവോയ്സിന് എന്തൊക്കെ കാണിക്കുന്ന ഇനി പറയുന്നത്? ബേസിക് പ്രൈസ് ഓഫ് മെറ്റീരിയൽസ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ലൈക്ക് ട്രേഡ് ഡിസ്കൗണ്ട് ഓർ ക്യാഷ് ഡിസ്കൗണ്ട്, പിന്നെ എക്സ്ട്രാ ചാർജസ് ലൈക്ക് ട്രാൻസ്പോർട്ട്, ഇൻഷുറൻസ്, സെയിൽസ് ടാക്സ്, കണ്ടെയ്നർ കോസ്റ്റ് എക്സെട്ര. അപ്പൊ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ബേസിക് പ്രൈസ് ഓഫ് മെറ്റീരിയൽസിന്റെ ബേസിക് പ്രൈസ് എന്ത് ചെയ്യും, ഇൻവോയ്സിൽ കാണിക്കണം. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, നമുക്ക് ഏത് തരത്തിലുള്ള ഡിസ്കൗണ്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അതെന്ത് ചെയ്യണം, ഇൻവോയ്സിൽ ഉണ്ടാവണം. പിന്നെ എന്താ പറഞ്ഞത്? എക്സ്ട്രാ ചാർജസ്, എന്തിൻ്റെയൊക്കെ ചാർജസ്? ട്രാൻസ്പോർട്ടേഷന്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, സെയിൽസ് ടാക്സ്, കണ്ടെയ്നർ കോസ്റ്റ്, ഇങ്ങനെയുള്ള എക്സ്ട്രാ ചാർജസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, ഇൻവോയ്സിൽ കാണിക്കണം. പിന്നെന്താ പറയുന്നത്? ബട്ട് വിച്ച് കോസ്റ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ടു ഫൈൻഡ് ദി ഫൈനൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. പിന്നെന്താ ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പം ഏതെല്ലാം ചെലവുകൾ അല്ലെങ്കിൽ ഏതെല്ലാം കോസ്റ്റ് ഉൾപ്പെടുത്തണം എന്നുള്ളത് എന്ത് ചെയ്യണം? ബട്ട് വിച്ച് കോസ്റ്റ് ഷുഡ് ബി ഇൻക്ലൂഡ് ടു ഫൈൻഡ് ദി ഫൈനൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. ഏതൊക്കെ കോസ്റ്റ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? എന്തിന്? ഫൈനൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കാണാൻ നമ്മൾ ഏതൊക്കെ കോസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഐറ്റം ബൈ ഐറ്റം. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊരു PDF ഉണ്ടാക്കിയതാണ് നിങ്ങളെ യൂണിറ്റ് 5 കേട്ടോ. കാരണം നിങ്ങൾക്ക് ഓരോ പോയിന്റും ഏതൊക്കെ ക്വസ്റ്റ്യൻ വൈസ് എങ്ങനെ വന്നാൽ എങ്ങനെ എഴുതാന്നുള്ള തരത്തില് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഏതെല്ലാം തരത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഏതാന്നാ പറയുന്നത്? ഫസ്റ്റ് വൺ എന്താ? ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ നമുക്കറിയില്ലേ എന്താ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഇഫ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ക്വിക്കിലി. നമ്മൾ പേയ്മെന്റ് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മളെ ബില്ല് പെട്ടെന്ന് ചെയ്ത് തീർക്കുമ്പോൾ ലഭിക്കുന്ന ഡിസ്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് ഡിസ്കൗണ്ട്. സം സേ ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ മെറ്റീരിയൽ കോസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ മാറ്റർ. ചിലർ എന്ത് പറയാറുണ്ട്? ഇതൊരിക്കലും എന്തില് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് എന്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞത്? ഇതൊരു ഫിനാൻഷ്യൽ മാറ്റർ ആയതുകൊണ്ട് ഒരു മെറ്റീരിയൽ കോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ചില കേസസിൽ പറയാറുണ്ട്. സം സേ ഇഫ് വി ആൾവേസ് ഗെറ്റ് ദി ഡിസ്കൗണ്ട് ഇറ്റ് ഷുഡ് ബി കൺസിഡർഡ് മെറ്റീരിയൽ കോസ്റ്റ്. ചിലതിൽ എന്താ പറയുന്നത്? എപ്പോഴും നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണ്, ഒരു മെറ്റീരിയൽ കോസ്റ്റ് ആക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നാണ് ചില കേസസിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ട്രേഡ് നടത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഡിസ്കൗണ്ട് സെയിൽ. അപ്പൊ എന്താ പറഞ്ഞത്? ഷോൺ ഇൻവോയ്സ് ആൻഡ് ഡിഡക്ഷൻ ഫ്രം പർച്ചേസ് പ്രൈസ്. അതിലെന്താ പറഞ്ഞത്? എന്താ വെച്ചാല് ഇൻവോയ്സിൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുറവ്, ഒരു ഡിഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. പിന്നെ ആൾവേസ് ഡിഡക്ട് ട്രേഡ് ഡിസ്കൗണ്ട് ടു ഗെറ്റ് ദി കറക്റ്റ് പർച്ചേസ് പ്രൈസ്. അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള, എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ഒരു കറക്റ്റ് പർച്ചേസ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേർഡ് പോയിന്റ്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. എന്താണ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് പറഞ്ഞാല്? ക്വാണ്ടിറ്റി നമ്മളിപ്പോ
കഴിഞ്ഞ കുറെ ക്ലാസ്സിൽ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കൂടുതൽ ക്വാണ്ടിറ്റി, ഇപ്പൊ ക്വാണ്ടിറ്റി കൂടുതലുള്ള ഐറ്റംസ് നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബൾക്ക് ആയിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ അതിന് സ്പെസിഫിക് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഡിഡക്ട് ചെയ്ത് തരും. അപ്പം ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാല് ഗിവൺ ഫോർ ബൈയിങ് ലാർജ് എമൗണ്ട്സ്. നമ്മൾ എന്തായാലും കൂടുതൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങുന്നുണ്ട്, കൂടുതൽ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഇവിടെ ട്രീറ്റഡ് ലൈക്ക് എ ട്രേഡ് ഡിസ്കൗണ്ട്. Okay, treated like a trade discount, reduced it from the purchase prices. ഇത് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ടിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്താ പറഞ്ഞു, ട്രേഡ് ഡിസ്കൗണ്ട് എന്താന്ന് പറഞ്ഞു, ക്യാഷ് ഡിസ്കൗണ്ട് എന്താ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഫോർത്ത് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് പറഞ്ഞാല്, നമ്മളൊരു പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, നമുക്ക് കുറച്ച് കോസ്റ്റ് വരും. അതിനായിട്ട് ഇൻക്ലൂഡ് ആവുന്ന ചാർജസിനാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ നോക്കാം, ഇഫ് ദി സപ്ലയർ ഡസ് നോട്ട് പ്രൊവൈഡ് ഫ്രീ ഡെലിവറി ദെൻ ട്രാൻസ്പോർട്ട് ചാർജസ് പെയ്ഡ് ബൈ ബയർ മസ്റ്റ് ബി ആഡഡ് ടു മെറ്റീരിയൽ കോസ്റ്റ്. അപ്പം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ബയർ എന്ത് ചെയ്യുന്നില്ല, സോറി, സപ്ലയർ എന്ത് ചെയ്യുന്നില്ല, ഫ്രീ ഡെലിവറി നൽകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ ഓർഡർ ചെയ്യുന്ന ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിന്റെ ഇതിൽ അല്ലെങ്കിൽ സ്പെസിഫിക് മെറ്റീരിയലിന്റെ ഇതിൽ നമ്മൾ എന്തും കൂടി ഇൻക്ലൂഡ് ആക്കും, നമ്മളല്ല തരുന്നവരെ എന്തും കൂടി ഇൻക്ലൂഡ് ആക്കും, ആ മെറ്റീരിയലിന്റെ പ്രൈസും പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസും ആഡ് ആക്കിയിട്ടാണ് നമുക്ക് എന്ത് തരിക, നമ്മളെ മെറ്റീരിയൽസ് തരിക. ഓക്കെ അല്ലേ? സംടൈംസ് ട്രാൻസ്പോർട്ട് ചാർജസ് ആർ ട്രീറ്റഡ് ആസ് ഫാക്ടറി ഓവർ ഹെഡ്. ചില ടൈമിലെല്ലാം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ട്. നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, കോസ്റ്റ് ഷീറ്റ് പറഞ്ഞിട്ട്. അതില് നമ്മൾ കുറെ ഓവർ ഹെഡ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓവർ ഹെഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലെന്താ പറയുന്നത്, സംടൈംസ് ട്രാൻസ്പോർട്ട് ചാർജസ് ആർ ട്രീറ്റഡ് ആസ് ഫാക്ടറി ഓവർ ഹെഡ്. ചില ടൈമിലെല്ലാം ട്രാൻസ്പോർട്ട് ചാർജസ് എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ്, ടാക്സസ്. ടാക്സസ് അല്ലേ, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ് എക്സെട്ര. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടാക്സസ് ആണ് പിന്നെ കാണിച്ചത്. അപ്പം എന്താണ് ടാക്സ് പറഞ്ഞാല്, ഇഫ് ദർ ആർ സ്പെസിഫിക്കലി ഫോർ ദി മെറ്റീരിയൽ പർച്ചേസ്ഡ് and them to material cost. ടാക്സ് എന്ന് പറഞ്ഞാല് ടാക്സ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി ഫോർ ദി മെറ്റീരിയൽ, നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും മെറ്റീരിയൽസ് വാങ്ങേണ്ടി വന്നാൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടി വന്നാൽ ആഡ് ദം ടു മെറ്റീരിയൽ കോസ്റ്റ്. അത് എന്ത് ചെയ്യും, മെറ്റീരിയൽ കോസ്റ്റിലേക്ക് എന്ത് ചെയ്യപ്പെടും, ആഡ് ചെയ്യപ്പെടും. അതാണ് എന്തെന്ന് പറയുന്നത്, ടാക്സ്. അതായത് നമ്മളിപ്പോ ഈ ഒരു ചാപ്റ്റർ എന്താന്ന് വെച്ചാല്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടായെന്ന് വെച്ചാല്, നമ്മളൊരു മെറ്റീരിയൽ വാങ്ങുമ്പോൾ അതിന്റെ പെർ യൂണിറ്റിന് എത്ര എമൗണ്ട് വരും നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോ നമ്മളിപ്പോ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് വാങ്ങാം. നമുക്ക് ടോട്ടൽ പ്രൈസ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമുക്ക് അതിന്റെ ഒരു യൂണിറ്റിന് എത്ര വരും നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ. അപ്പോൾ ഫിഫ്ത്ത് പോയിന്റ് ടാക്സസ് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് 6 റിസീവിംഗ് ആണ്. റിസീവിംഗ് ഇൻസ്പെക്ഷൻ ആൻഡ് ഷോർട്ടേജ് എക്സ്പെൻസസ്. അതിലെന്താ പറയുന്നത്, ഡിഫിക്കൽട്ട് ടു ലിങ്ക് ദീസ് ഡയറക്ട്ലി ടു പർട്ടിക്കുലർ മെറ്റീരിയൽസ്. ഈ കോസ്റ്റ് എന്ത് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു പർട്ടിക്കുലർ മെറ്റീരിയൽസിന് എന്ത് ചെയ്യാൻ വേണ്ടിയില്ല, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയൂല. പിന്നെ എന്താ പറയുന്നത്, സോ ട്രീറ്റഡ് ആസ് ഫാക്ടറി ഓവർഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ഡിഫറെന്റ് ജോബ്സ്. ഇതും എന്ത് തന്നെയാണ്, നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ കൂടാതെ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ഡിഫറെന്റ് ജോബ്സ്, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ജോബ്സിലേക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 7th പോയിന്റ്, കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ്. കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ്, കണ്ടെയ്നേഴ്സ് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ഈ ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് ഒക്കെ ഉണ്ടാവില്ല, അതിലൊരു ഭാഗമാണ് ഇത് കണ്ടെയ്നർ.
അപ്പം ഇതിലിപ്പോ കണ്ടെയ്നർ എന്താ ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് ഓഫ് കണ്ടെയ്നർ പറഞ്ഞാല് മെറ്റീരിയൽസ് ഓപ്പൺ കംസ് ഇൻ കണ്ടെയ്നേഴ്സ്. ആ പിന്നെന്താ, ദി മെറ്റീരിയൽ ട്രീറ്റ്മെന്റ് ഡിപ്പെൻസ്. ഓരോ മെറ്റീരിയൽസിന്റെ ട്രീറ്റ്മെന്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് നമുക്ക് കണ്ടെയ്നേഴ്സിൽ കിട്ടും. അപ്പം ഇഫ് നോ എക്സ്ട്രാ കോസ്റ്റ് ഓഫ് കണ്ടെയ്നർ, കണ്ടെയ്നറിന് എന്തില്ല, ഒരു എക്സ്ട്രാ ചാർജസ് വരുന്നില്ല. സോറി, മെറ്റീരിയൽ ഓപ്പൺ കമ്മിങ് കണ്ടെയ്നേഴ്സ്, കണ്ടെയ്നേഴ്സിലാണ് നമുക്ക് മെറ്റീരിയൽസ് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. കാരണം നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ കണ്ടെയ്നർ ഉണ്ടാവുമല്ലോ, അതിനെ സ്പെസിഫൈ ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, കോസ്റ്റ് വരുന്നത്. ഇനി പിന്നെന്താ പറഞ്ഞത്, അത് എങ്ങനെയാണ് ഇപ്പൊ ആ കണ്ടെയ്നറിൽ വരുമ്പോൾ തന്നെ അതിന്റെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എത്ര പോയിന്റ്സ് ഉണ്ട്? ഒരു 4 പോയിന്റ്സ് പറയുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ എന്താ, ഇഫ് നോ എക്സ്ട്രാ കോസ്റ്റ് ഫോർ കണ്ടെയ്നർ, നോ അഡ്ജസ്റ്റ്മെന്റ് നീഡഡ്. കണ്ടെയ്നറിന് എന്തില്ല, ഒരു എക്സ്ട്രാ കോസ്റ്റ് ഇല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തില്ല, ഒരു എക്സ്ട്രാ കോസ്റ്റ് കണ്ടെയ്നറിന് വരുന്നില്ല. ഇഫ് ചാർജ്ഡ് ആൻഡ് നോൺ റിട്ടേണബിൾ. സെക്കൻഡ് പോയിന്റ്, ഇഫ് ചാർജ്ഡ് ആൻഡ് നോൺ റിട്ടേണബിൾ. അപ്പൊ ആഡ് കണ്ടെയ്നർ കോസ്റ്റ് ടു മെറ്റീരിയൽ കോസ്റ്റ്. ഇതെങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്? അതായത് നമുക്ക് ചാർജ് ചെയ്തിട്ട് നമുക്ക് അത് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെയ്നറിന്റെ കോസ്റ്റ് നമ്മുടെ മെറ്റീരിയലിന്റെ കോസ്റ്റിൽ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ആക്കും. ഓക്കെ അല്ലേ? അതായത് നമ്മളിപ്പം എന്ത് ചെയ്തു, നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം, കാരണം അവർ അവിടുന്ന് ചാർജ് ചെയ്തിട്ടും ഒരു സ്പെസിഫിക് എമൗണ്ട് ചാർജ് ചെയ്തിട്ടും ആ റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടെയ്നറിന്റെ കോസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ മെറ്റീരിയൽസിന്റെ കോസ്റ്റിലേക്ക് എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് റിട്ടേണബിൾ, ഇപ്പൊ റിട്ടേണബിൾ ആണെങ്കിൽ തന്നെ ഓൺലി ദ നോൺ റീഫണ്ടബിൾ പാർട്ട്, അതായത് കണ്ടെയ്നർ കോസ്റ്റ് മൈനസ് റിട്ടേൺ വാല്യൂ ഈസ് ആഡഡ്. അപ്പം ഇനിയിപ്പം ഇപ്പൊ നമ്മൾ ചാർജ് ചെയ്ത് റിട്ടേൺ ചെയ്താൽ ആ ഒരു സ്പെസിഫിക് എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ആ കിട്ടാത്ത ഭാഗം എന്ത് ചെയ്യും, കിട്ടാത്ത ഭാഗം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽസിന്റെ കോസ്റ്റിലേക്ക് പിന്നെ ചേർക്കുന്നത്. ഇവിടെ പറയുന്നില്ലേ, കണ്ടെയ്നർ കോസ്റ്റ് മൈനസ് റിട്ടേൺ വാല്യൂ. ഓക്കെ അല്ലേ? പിന്നെ നെക്സ്റ്റ് പോയിന്റ്, ഫുൾ റീഫണ്ട് ഓൺ റിട്ടേൺ. ഇനിയിപ്പോ അത് ഫുൾ ആയിട്ട് റീഫണ്ട് ചെയ്യുന്ന തരത്തിൽ വന്നാൽ എന്ത് ചെയ്യണം, ഇഗ്നോർ കണ്ടെയ്നർ കോസ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണ്ട, കണ്ടെയ്നർ കോസ്റ്റ് ആവശ്യമില്ല, നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട, ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് എന്ത്, കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സിലെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്. ഇനി നമുക്കൊരു പ്രോബ്ലം ആണ് അല്ലെ, മെറ്റീരിയൽസിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാനുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യൻ ഇലുസ്ട്രേഷൻ ഫസ്റ്റില് എന്താ പറയുന്നത്? ഫ്രം ദ ഫോളോയിങ് ഇൻവോയ്സ് റിസീവ് ഫ്രം എ സപ്ലയർ കാൽക്കുലേറ്റ് ദി മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്. നമുക്ക് സപ്ലയറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇൻവോയ്സ് ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പെർ യൂണിറ്റ്, ഒന്നിന്റെ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാ നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്? ക്വാണ്ടിറ്റി, പെർട്ടിക്കുലേഴ്സ്, റേറ്റ്, എമൗണ്ട്, അങ്ങനെ 4 കാര്യങ്ങൾ. ക്വാണ്ടിറ്റിയിൽ 150 കിലോഗ്രാം മെറ്റീരിയൽ എക്സിനുണ്ട്. റേറ്റ് എത്രയാണ്? 10 ആണ്. എമൗണ്ട് 1500. പിന്നെ 100 kg മെറ്റീരിയൽ വൈന് 12 എത്രയാണ്? 1200. അപ്പം ടോട്ടൽ എമൗണ്ട് എന്ത് കിട്ടിയിട്ടുണ്ട്? 2700 കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എത്രയാണ്? 90 ആണ്. പിന്നെ എന്താ ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ? കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ്, കപ്പാസിറ്റി ഓഫ് ഈച്ച് 15 kg, അത് എത്രയാണ്? 60. കാർട്ടേജ് ആൻഡ് കാരിയേജ് 75. ഒക്ട്രോയ് ഡ്യൂട്ടി അറ്റ് 1% 27. ഇത്രയും കാര്യങ്ങളാണ് അതിൽ തന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് ടേംസ് പറഞ്ഞിട്ട് 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 5% ക്യാഷ് ഡിസ്കൗണ്ട് ഫോർ പേയ്മെന്റ് വിത്തിൻ എ വീക്ക്. ഒരു വീക്കിനുള്ളിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എത്ര ഉണ്ട്? നമുക്ക് 5% ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ റിട്ടേൺ വാല്യൂ ഓഫ് കണ്ടെയ്നേഴ്സ് ₹9 ഈച്ച്. റിട്ടേൺ വാല്യൂ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 9 ആണ്. ഇനി അത് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്നിന്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് കാണാനായി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ട് റേറ്റ് പെർ ഓരോന്നിന് എത്രന്നായാലും തന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടി വെച്ചാല് എക്സിന്റെ എമൗണ്ട് എത്രയാണ്? എക്സിന്റെ മെറ്റീരിയൽ എക്സ് എന്ന് കൊടുക്കണോ? ബണ്ടിൽ എക്സ് മതിയില്ലേ? അപ്പൊ എക്സിന്റെ എമൗണ്ട് എത്രയാണ്? എക്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1500 ആണ്. വൈന്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എത്രയായിരുന്നു? 1200. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന് അവർ പറഞ്ഞിട്ടുണ്ട് എന്ത്? ട്രേഡ് ഡിസ്കൗണ്ട് ലെസ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓരോന്നിന്റെയും തന്നിട്ടില്ല. ടോട്ടൽ 90 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എക്സിന്റെയും വൈന്റെയും ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് അറിയൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി വെച്ചാല് നമ്മളൊരു മറ്റേ അനുപാതം ഈസ്റ്റു എന്ന് പറയില്ലേ? അപ്പൊ ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് ലെസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 90 ആണ്. ട്രേഡ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ 90 ആണ്. ഇത് രണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 90 ആണ് അതിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ പോയിന്റ്സ് വരാത്ത തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിനും വൈനും കൊടുക്കണ്ടേ? അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? കാണാം. ഇത് തമ്മിൽ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? 1500ഉം 1200ഉം 300 അല്ലേ? 300 ആണ് അതിന്റെ ഡിഫറൻസ് വന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിഫറൻസ് 300 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂവിനെ നമ്മൾ 300 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? എക്സിന്റെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? 300 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഇനി വൈന്റെ എമൗണ്ടിനെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ നമുക്കിത് എന്താ പറയാം? 5:4. ഓക്കെ അല്ലേ? 5:4. ഇതാണ് ഇതിന്റെ റേഷ്യോ പറയുന്നത്. ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ 5:4 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 ആണ്. ആ 300 കൊണ്ട് നമ്മൾ ഈ രണ്ട് എമൗണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ 5ഉം 4ഉം കിട്ടി. അതിനെയാണ് നമ്മൾ 5:4 എന്ന് പറഞ്ഞത്. ഇനി ഈ 5:4 അതിന്റെ ടോട്ടൽ പാർട്ട് എന്ന് പറഞ്ഞത് ടോട്ടൽ പാർട്ട് മീൻസ് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താല് 5 + 4 = 9 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എത്ര എണ്ണ ഉള്ളത്? ഡിസ്കൗണ്ട് നമ്മൾ എത്ര ചെയ്യേണ്ടത്? 90 ആണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത്.
അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എത്ര പാർട്ട് ഉണ്ടെന്ന് കിട്ടി, 9 ഉണ്ടെന്നും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഈച്ച് പാർട്ട് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 9. ഈ 90 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 9 ഡിവൈഡ് ചെയ്യണം. ദെൻ എത്ര നമുക്ക് കിട്ടും, 10 എന്ന് കിട്ടും. ഓക്കെ അല്ലേടാ, 10 എന്ന് കിട്ടും. ഇതുവരെ പറഞ്ഞ മനസ്സിലായില്ലേ, സിമ്പിൾ അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്തു, എക്സിന്റെയും വൈന്റെയും എമൗണ്ട് എഴുതി. ദെൻ അതിന് ഡിഫറൻസ് കണ്ടു, 300 ആണ്. ആ 300 കൊണ്ട് ഈ ഓരോ എമൗണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ 5:4 എന്നുള്ള റേഷ്യോ കിട്ടി. 5:4 എന്ന റേഷ്യോ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ പാർട്ട് എന്ന് പറഞ്ഞത് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തപ്പോൾ 9 എന്നും കിട്ടി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന്റെ ഡിഫറൻസ് കണ്ടു, അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ 5:4 എന്നുള്ളത് കിട്ടി, റേഷ്യോ കിട്ടി. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ടും പ്ലസ് ചെയ്ത് 9 കിട്ടി. ആ 9 കൊണ്ട് ഈ 90 എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തപ്പോൾ 10 എന്നും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ 10 വെച്ചിട്ട് നമ്മൾ ഈ റേഷ്യോ രണ്ട് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പം എക്സിന് നമ്മൾ എന്തായിട്ടാ കൺസിഡർ ചെയ്തത്, 5 പാർട്ടാണ് അല്ലെ. ഫസ്റ്റ് കിട്ടിയത് 5 അല്ലേ, 5 പാർട്ടാണ്. മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതിയിടാം. എക്സിൻ്റെതെന്ന് പറയുന്നത് 5 പാർട്ട് ഉണ്ട്, 5 ഭാഗങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5 × 10 = 50. ദെൻ y എന്ന് പറയുന്നത് 4 പാർട്ടാണുള്ളത്. അപ്പം 4 × 10 = 40. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 90 ആണ് തന്നിരുന്നത്, ക്വസ്റ്റ്യനിൽ 90 ആണ് തന്നിരുന്നത്, എന്ത് ട്രേഡ് ഡിസ്കൗണ്ട്. അത് നമുക്ക് എക്സിന്റെയും വൈന്റെയും മൈനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ കണ്ടെത്തി എത്ര, എക്സിൻ്റെത് 50 ആണ്, വൈൻ്റെത് 40 ആണ്. ദെൻ നീ എന്ത് ചെയ്യണം, പ്ലസ് ട്രേഡ് ഡിസ്കൗണ്ട്, ആ ഡിസ്കൗണ്ട് കുറക്കണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇതിൽ നിന്ന് നമ്മളെ ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ടുള്ള ഈ എമൗണ്ട് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോ കാണുന്നില്ലേ, എമൗണ്ട് മൈനസ് ചെയ്യാ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമുക്ക് പുതിയൊരു വാല്യൂ കിട്ടി അല്ലെ, നമുക്ക് പുതിയ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ന്യൂ വാല്യൂ ആഫ്റ്റർ ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ടിന് ശേഷമുള്ള വാല്യൂ എഴുതാണ് കേട്ടോ ഇവിടെ. എത്രയാണ്, എക്സിൻ്റെതും വൈൻ്റെതും വേണം. എക്സിൻ്റെത് 1500 മൈനസ്, ലെസ് ചെയ്യാനല്ലേ നമ്മളോട് ട്രേഡ് ഡിസ്കൗണ്ട് ലെസ് ചെയ്യാനല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മൈനസ് എക്സിൻ്റെത് എത്രയാണ്, 50 ആണ്. ദെൻ എത്ര കിട്ടും, ഓക്കെ 5 ആണ്, 1450 കിട്ടും. ദെൻ വൈകിൻ്റെ കാണുമ്പോൾ -40 = എത്ര കിട്ടും, 1160. ഓക്കെ അല്ലേ, ഇത്രയും കാര്യം. ഇനി അടുത്തത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് കണ്ടു, രണ്ടിന്റെയും കണ്ടു, മൈനസ് ചെയ്തിട്ട് നമുക്കൊരു എമൗണ്ട് കിട്ടി. ഇനി നമ്മളോട് പ്ലസ് കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് ആ പറഞ്ഞിട്ടുള്ളത്. അതിൽ കപ്പാസിറ്റി ഓഫ് ഈച്ച് 50 kg, ഓരോന്നിന്റെ കപ്പാസിറ്റി എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 50 kg ഓരോന്നിന്റെ കപ്പാസിറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ 60 ആണ് എമൗണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് ആഡ് ചെയ്യണം. ദെൻ കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് ഇനി എന്താ ആഡ് ചെയ്യാനുള്ള, കോസ്റ്റ് ഓഫ് കണ്ടെയ്നർ എഴുതാം. കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സിന്റെ ചെരിഞ്ഞു പോകും സാറല്ല. കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് എഴുതാനാണ് ഇനി പറയുന്നത്. ഓക്കെ അല്ലേ, ക്വസ്റ്റ്യന് ഇല്ലുസ്ട്രേഷൻ ഫസ്റ്റ് കേട്ടോ, 5th യൂണിറ്റില് ഇല്ലുസ്ട്രേഷൻ ഫസ്റ്റ് ആണ്. അപ്പോൾ കണ്ടെയ്നേഴ്സിന്റെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, 60 ആണ് എമൗണ്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എക്സിന്റെയും വൈന്റെയും ക്വാണ്ടിറ്റി എത്രയാണ്, ഒന്ന് 150 ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 100 ഉണ്ട് അല്ലെ. എക്സിൻ്റെത് 150, അതുപോലെ തന്നെ വൈൻ്റെത് 100 ആണ്. ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി നമ്മൾ ആദ്യം അതൊന്നൊക്കെ എഴുതി വെക്കുക. ക്വാണ്ടിറ്റി
എത്രയാണ്? 150:100. ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടല്ല, കാരണം കപ്പാസിറ്റി പറയുന്നല്ലോ അവിടെ. ഇതിന് നമ്മൾക്ക് എങ്ങനെ ചെറുതാക്കി ഇപ്പൊ എഴുതാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിന്റെ റേഷ്യോ നമ്മൾ കാണാന്നുണ്ടെങ്കിൽ എത്ര നമുക്ക് പറയാം? 3:2. എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോ 5ഉം 4ഉം കണ്ടില്ലേ, എക്സിന്റെയും വൈന്റെയും എമൗണ്ട് വെച്ചിട്ട് അതുപോലെ തന്നെയാണ് കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാല് ഇത് രണ്ടിന്റെയും ഡിഫറൻസ്, ആ ഡിഫറൻസ് നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്യണം? ഇതിന് രണ്ടിന്റെയും ഡിഫറൻസ് കിട്ടി, അതിൽ നിന്ന് ഈ എമൗണ്ടിൽ നിന്ന് ആ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുക, ഇതിൽ നിന്നും ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 3:2 എന്നുള്ള ഒരു റേഷ്യോ കിട്ടും. പിന്നെ കണ്ടെയ്നർ കോസ്റ്റ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 60 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എക്സിന്റെ ഷെയറും കണ്ടുപിടിക്കണം, വൈൻ്റെതും കണ്ടുപിടിക്കണം. അപ്പം എക്സിൻ്റെത് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ടോട്ടല് ഇതിന്റെ രണ്ടിന്റെയും ടോട്ടൽ എത്രയാണ്? 250 അല്ലേ? അപ്പൊ ആ 250 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ ഷെയർ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഈ 60 വെച്ചിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. ഓക്കെ ആണോ? അപ്പം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇത് രണ്ടിനും ടോട്ടല് നമുക്ക് ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എക്സിന്റെയും വൈന്റെയും ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. അതന്നെ ടോട്ടൽ എടുത്തെഴുതിയതാണ്. ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. അപ്പൊ എത്രയാണ്? ടോട്ടൽ 250 ആണ് കിട്ടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നുണ്ട്. എക്സിന്റെ ഷെയറും നമ്മൾ കൊടുക്കുക, വൈന്റെ ഷെയറും കൊടുക്കുക. അപ്പൊ പറയുമ്പോ എന്ത് ചെയ്യുക? എക്സിൻ്റെത് എത്രയായിരുന്നു? നമ്മൾ പറഞ്ഞു 150. ടോട്ടൽ നമുക്ക് കിട്ടിയത് രണ്ടിനും ടോട്ടൽ എന്ന് പറഞ്ഞത് എത്ര? ടോട്ടല് 250 അല്ലേ? അപ്പൊ 150 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 60. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 150 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 60 നമുക്ക് 36 എന്ന് കിട്ടും. 36. പിന്നെ വൈന്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 100 എങ്ങനെയാ വന്നത്? വൈന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 ആണ്. ആ 100 എഴുതി ഡിവൈഡഡ് ബൈ 250 എങ്ങനെയാ വന്നത്? ഇതിന് രണ്ടിന് ടോട്ടൽ ആണ് 250. 250 ഇൻറ്റു 60. 60 എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ കോസ്റ്റ്. നമ്മളുടെ കണ്ടെയ്നർ കോസ്റ്റ് ഓരോന്നിന്റെ ആഡ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. ഈ കണ്ടെയ്നർ കോസ്റ്റ് ആണ് ഈ 60. ആ 60 എഴുതി ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 24 എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെയും വൈന്റെയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് റിട്ടേണബിൾ ആണെങ്കിൽ നമ്മൾ മറ്റേ തിയറിയിൽ ഇപ്പൊ പറഞ്ഞല്ലോ, നമുക്ക് കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് വരുമ്പോൾ അത് എന്താവാൻ ചാൻസ് ഉണ്ട്? റിട്ടേണബിൾ ആവാൻ ചാൻസ് ഉണ്ട്. റിട്ടേണബിൾ ആവാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ആക്കണം? മെറ്റീരിയൽസിൽ ഇൻക്ലൂഡ് ആക്കണം. അപ്പം ഇത് റിട്ടേണബിൾ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ബട്ട് containers are reliable. ഇനി റിലയബിൾ അല്ല, റിട്ടേണബിൾ ആണ് കേട്ടോ. മിസ്റ്റേക്ക് ആയതാണേ. റിട്ടേണബിൾ. ഇനി അത് റിട്ടേണബിൾ ആവാനെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് എഴുതുന്നുണ്ട്. കണ്ടെയ്നർ നീഡഡ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? 50 kg എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ 150 പ്ലസ് 100 ഇതെന്താണ്? എക്സിന്റെയും വൈന്റെയും ക്വാണ്ടിറ്റി ആണ്. 150 പ്ലസ് 100. ഇനി എന്ത് ചെയ്യണം? 150 പ്ലസ് 100 അത് രണ്ടും കൂടി പ്ലസ് ചെയ്യണം. ഇനി ഒരു സ്റ്റേജും കൂടി ഉണ്ട്, ഞാനിപ്പോ പറയാവേ. 150 ആണ് ചെയ്തിട്ട് അതുകൊണ്ട് എന്ത് ഡിവൈഡ് ചെയ്യണം? നമ്മുടെ 50 ഇല്ലേ, നമുക്ക് കിട്ടിയിട്ടുള്ള 50 ആക്ച്വൽ ഒരു കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
അതെന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. ആ എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, പ്ലസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, 50 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അപ്പൊ 5 കണ്ടെയ്നേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ അല്ലേ? അപ്പം ഇത് ഒപ്പം ചെയ്യരുത്, അതാണ് ഇപ്പൊ എനിക്കൊരു ടൈം ലാഗ് വന്നത്. ഇതൊപ്പം നമ്മൾ എന്ത് ചെയ്യരുത്, കാൽക്കുലേറ്റ് ചെയ്യരുത് കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല്, ആദ്യം നമ്മൾ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യണം. ബ്രാക്കറ്റിലുള്ളത് ഫസ്റ്റ് പ്ലസ് ചെയ്യാം. അപ്പൊ ആൻസർ എത്ര കിട്ടും, 250 കിട്ടും. എന്നിട്ട് ആ ആൻസറിന് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 50 കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് ആൻസർ കിട്ടും. അപ്പൊ 5 കണ്ടെയ്നർ ആണ് വന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാ വെച്ചാല്, 1 കണ്ടെയ്നറിന് എത്രന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനില്, കപ്പാസിറ്റി ഓഫ് ഈച്ച് 50 kg എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 1 കണ്ടെയ്നർ പെർ 50 kg അല്ലേ? നമുക്ക് എത്ര ഇതുള്ളത്, 5 ആണ് ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണം, അപ്പൊ 50 kg. ഓക്കെ, പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട് അതില്, നമ്മുടെ ടേംസിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്, 5% ക്യാഷ് ഡിസ്കൗണ്ടും അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂ ഓഫ് കണ്ടെയ്നേഴ്സിന്റെ റിട്ടേൺ വാല്യൂ പറയുന്നുണ്ട്. അപ്പം കണ്ടെയ്നറിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, കണ്ടെയ്നറിന്റെ എക്സിന്റെ വൈന്റെ ഷെയർ കണ്ടെത്തി അതിൽ നിന്ന് നമ്മളെ ഈ പെർ 50 kg ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ റിട്ടേൺ വാല്യൂന്റെ കേസ് വന്നിട്ടുണ്ട് എന്ത്, ₹9 എന്നുള്ളത്. അപ്പം 1 കണ്ടെയ്നർ പെർ 50 kg. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ വാല്യൂവിന്റെതും കൂടി വന്നിട്ടുണ്ട്. നമ്മളിപ്പോ കണ്ടുപിടിച്ച് എത്ര കണ്ടെയ്നർ ഉണ്ടെന്നുള്ളത്, 5 കണ്ടെയ്നർ ആണെന്നുള്ളത് കണ്ടുപിടിച്ച്. ഇനി റിട്ടേൺ വാല്യൂവിന്റെ കാര്യം കൂടി പറയുന്നുണ്ട് അല്ലെ, എത്രയാണ്, 9 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 5 ഇൻറ്റു 9. ഈ 5 എവിടുന്ന, 5 കണ്ടെയ്നേഴ്സ്, ഈ 9 എന്ന് പറയുന്നത് റിട്ടേൺ വാല്യൂ ഓഫ് കണ്ടെയ്നേഴ്സ് ആണ്. ഇക്വൽ ടു എത്രയാ, 45 എന്ന് കിട്ടും. ഇനി ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നമ്മുടെ ഫൈനൽ കോസ്റ്റ് പിടിക്കണം, കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് എന്ത് ചെയ്യണം, 45 റിട്ടേൺ ആക്കണം. സെപ്പറേറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, ഫൈനൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. വേണമെങ്കിൽ ഇവിടെ എഴുതിടാം മനസ്സിലാൻ വേണ്ടിട്ട്. അപ്പം കണ്ടെയ്നറിന് ഇതായിട്ടുള്ള 5 കണ്ടെയ്നർ ആണ്, 1 കണ്ടെയ്നർ പെർ 50 kg. അതിന്റെ റിട്ടേൺ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 9, റിട്ടേൺ വാല്യൂ ആണ് 9 എന്ന് പറയുന്നത്, നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ദിസ്. ഈ 45 എന്ന് കിട്ടിയ റുപ്പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ കോസ്റ്റിന്റെ ടൈമിൽ റിട്ടേൺ ചെയ്യണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ടാണ്. ഇനിയിപ്പോ ആ ടൈമിൽ ഇതിപ്പോ എവിടുന്നാ വന്നെന്നുള്ളൊരു ഡൗട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഇപ്പൊ തന്നെ എഴുതിയിടുന്നത്. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മള് കണ്ടെയ്നറിന്റെ കേസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്, കാർട്ടേജ് ആൻഡ് കാരിയേജ്. അതിൽ എത്ര റുപ്പീസാ പറഞ്ഞിട്ടുള്ളത്, 75. എത്രയാണ്, 75. ഇത് എത്രാമത്തെ കാര്യ, തേർഡ് ആണ്. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കണ്ടെയ്നേഴ്സ് സെക്കൻഡ് അല്ലേ, തേർഡാമത്തതാണ് എന്ത്, കാർട്ടേജ് ആൻഡ് കാരിയേജ്. എത്രയാണ്, 75 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ സിമ്പിൾ ആണ്. നമ്മള് എക്സിന്റെയും വൈന്റെയും എമൗണ്ട് നമുക്ക് അറിയാം. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചില്ലേ അവരെ ഷെയർ, എക്സിന്റെ ഷെയറും വൈന്റെ ഷെയറും. ഒന്നുകൂടി എഴുതാം. എന്താണ് എക്സിന്റെ ഷെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതിയത്, ഇതാ 150
ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 60. ഈ 60 എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് കണ്ടെയ്നർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? 75 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 150 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 75. ഇനി 100 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 75. ഓക്കെ, അപ്പം 75 ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 45 എന്നും ഇവിടെ 30 എന്നും കിട്ടും. അപ്പൊ ഇത്രയുള്ള എന്ത് കാർട്ടേജ് ആൻഡ് കാരിയേജ് എന്ന് പറഞ്ഞാൽ. ഇനി പിന്നെ എന്താ നെക്സ്റ്റ് പറയുന്നത്? ഓക്ട്രോയ് ഡ്യൂട്ടി അറ്റ് 1%. എത്രയാണ് എമൗണ്ട്? 27 ആണ് അല്ലെ? അപ്പൊ ഫോർത്ത് എന്ന് പറയുന്നത് ഓക്ട്രോയ് ഡ്യൂട്ടി ആണ്. ഡ്യൂട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ് എമൗണ്ട് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇൻവോയ്സ് പ്രൈസ് റേഷ്യോ എത്രയാണോ? നമ്മൾ പ്രൈസ് റേഷ്യോ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച റേഷ്യോ എന്ന് പറയുന്നത് 5:4. 5:4 ആണ് ഫസ്റ്റ് കണ്ടുപിടിച്ച റേഷ്യോ. അതാണ് 5:4. ഇത് നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ എക്സിന് ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ റിട്ടേൺ വാല്യൂ ഉണ്ടല്ലോ, സോറി, ഇതിന്റെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് എന്ത് ചെയ്യണം? റിട്ടേൺ വാല്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാട്ടോ. അപ്പം എക്സിന്റെ ഷെയർ എന്ന് പറയുമ്പോൾ 5:4. ഇതിൽ എക്സിന്റെ ഷെയർ ചെയ്ത 5 ആണ്. വൈൻ്റെത് എന്ന് പറയുന്നതോ 4 അല്ലേ? അപ്പം എക്സിൻ്റെത് എന്ത് ചെയ്യണം? ടോട്ടൽ എത്രയാണ്? 9 ആണ്. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 27. ഇതും 4 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 27. അപ്പോൾ രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 27 ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും. 4 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 27 ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് ആണ്, ഫൈനൽ കാൽക്കുലേഷൻ ആണ് കേട്ടോ ഇതിൽ വരിക. ഫൈനൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ മറ്റേ PDF മെത്തേഡ് അല്ല ഇത്. ഒന്നും കൂടി സിംപ്ലസ്റ്റ് എനിക്ക് തോന്നിയ മെത്തേഡ് ഇതാണ് തോന്നുന്നു. മറ്റേത് ആക്ച്വൽ കോസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് അതിനേക്കാളും കുറച്ച് സിംപ്ലസ്റ്റ് മെത്തേഡ് ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പ്രിഫർ ചെയ്തത്. ഫൈനൽ കാൽക്കുലേഷനിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു 45ന്റെ കാര്യം അല്ലേ? അതെന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? റിട്ടേൺ കൊടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ റിട്ടേൺ ആ 45 എന്ത് ചെയ്യണം? ഫൈനൽ കാൽക്കുലേഷനിൽ സെപ്പറേറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ആദ്യം ഫൈനൽ കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ആ മെത്തേഡ് ഉണ്ടല്ലോ, ഫസ്റ്റത്തെ ആ ഒരു ഞാൻ കാണിച്ചു തന്ന സംഭവം, ഇതാ ഈ ഒരു മെത്തേഡ് കണ്ടില്ലേ? ഇതില് ഈ ഒരു ബേസിലാണ് നമ്മൾ ചെയ്യണത്. നമ്മള് ആദ്യം നമ്മളൊരു ആക്ച്വൽ എമൗണ്ട് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, ചെയ്ത് കിട്ടിയിട്ടുള്ള അത് നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെയും വൈന്റെയും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്യണം. ആ മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യുക? ആദ്യം എഴുതാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സിന് നമുക്ക് എക്സിനും വൈനും എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. കാർട്ടേജ് ആൻഡ് കാരിയേജിനും ഓക്ട്രോയ് ഡ്യൂട്ടിക്കും എല്ലാം ഇതിന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 1 by 1 ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ത് എഴുതണം? ആഫ്റ്റർ ഡിസ്കൗണ്ട് എക്സിൻ്റെത് എഴുതാം. എഴുതാം ഫസ്റ്റ്. അപ്പൊ എക്സിന്റെ എന്താണ്? നെറ്റ് പ്രൈസ് ആഫ്റ്റർ ഡിസ്കൗണ്ട്. നെറ്റ് പ്രൈസ് ഒന്നും വേണ്ട, ഇനി ഇത് ഡൗട്ട് ആവണ്ട. ആഫ്റ്റർ ഡിസ്കൗണ്ടിന് ശേഷമുള്ള എമൗണ്ട് നമുക്ക് എഴുതാം. എത്രയാണ്? ഇപ്പുറത്ത് എഴുതാതെ. എത്രയാണ് ഡിസ്കൗണ്ടിന് ശേഷമുള്ള എമൗണ്ട്? എക്സിന്റെ ഡിസ്കൗണ്ടിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ചില്ല. നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 1040
450 കിട്ടി എക്സിൻ്റെത്. ഓക്കെ, അതിന് എന്ത് ആഡ് ചെയ്യണം? ട്രേഡ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് എന്ത് ചെയ്ത് നമ്മൾ ചെയ്തില്ലേ? ഓക്കെ, അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? കണ്ടെയ്നറും അതുപോലെ തന്നെ കാരറ്റേജും ഒക്ട്രോയും. അപ്പം എക്സിന്റെ കണ്ടെയ്നർ കോസ്റ്റ് നമുക്ക് ഇത്ര കിട്ടിയത്. നമ്മള് കണ്ടെയ്നർ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എക്സിന്റെ. ഓക്കെ, ഇതില് നമ്മളെ എക്സിന്റെ കണ്ടെയ്നർ കോസ്റ്റ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? എത്ര? 36 എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ആ 36 എഴുതാം. പിന്നെ അതിൽക്ക് പ്ലസ് പിന്നെ എന്ത് ആഡ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? കാരിയേജിന്റെ എക്സിന്റെ കോസ്റ്റ്. കാരിയേജ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ്? 45 എന്ന്. പിന്നെ ഓക്ട്രോയ് എക്സിന്റെ നമ്മൾ കണ്ടെത്തി എത്ര? 15. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ കിട്ടി. എക്സിന്റെ നമുക്ക് ഇവിടെ എഴുതാം. എത്ര? ഡിസ്കൗണ്ടിന് ശേഷം നമുക്ക് 1450 കിട്ടി. അതിലേക്ക് ഇനി എന്തൊക്കെ ആഡ് ചെയ്യണം? കണ്ടെയ്നേഴ്സിന്റെ കോസ്റ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എത്രയാണ്? 36. പിന്നെ കാരറ്റേജ് എത്രയാണ്? 45. ദെൻ ഓക്ട്രോയിന്റെ കോസ്റ്റ് എത്രയാണ്? 50. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ടോട്ടലൈസ്ഡ് ചെയ്യുമ്പോൾ എത്ര വരും എന്ന് വെച്ചാല് 1546 എന്ന് കിട്ടും. ഇതാണ് എക്സിൻ്റെത് കേട്ടോ. ഇനി വൈൻ്റെത് കാണുമ്പോൾ ഡിസ്കൗണ്ടിന് ശേഷം നമ്മൾ ഒരു എമൗണ്ട് കണ്ടെത്തി. ഫസ്റ്റ് അത് എഴുതാം. എത്രയാണ് നമുക്ക് ഡിസ്കൗണ്ടിന് ശേഷം? 1160. അതിലേക്ക് കണ്ടെയ്നർ കോസ്റ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കണ്ടെയ്നേഴ്സിന്റെ എത്രയാണ്? 24 എന്ന് നമുക്ക് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ കാരറ്റേജ് എത്ര വരും? 30. നെക്സ്റ്റ് ഓക്ട്രോയ് എത്ര വരും? 12 എന്ന് വരും. ഇതിനെ ടോട്ടലൈസ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് 1226. ഇതാണ് വൈൻ്റെ എമൗണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ മെറ്റീരിയൽ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാല്. അപ്പം ഇതിന്റെ ടോട്ടലൈസ്ഡ് നമ്മൾ കണ്ടു. ഓരോന്നിന്റെയും ടോട്ടലൈസ്ഡ് കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ കാൽക്കുലേഷൻ ആണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പം ടോട്ടലൈസ്ഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ടോട്ടൽ എമൗണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പെർ യൂണിറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. കോസ്റ്റ് പെർ യൂണിറ്റ് ഓരോന്നിന്റെയും കേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ചെയ്യാല് നമ്മള് നേരത്തെ കണ്ടെയ്നർ കോസ്റ്റ് കണ്ട ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഒരു 45ന്റെ കാര്യം. അത് സെപ്പറേറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യണം. ഫൈനൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ സെപ്പറേറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നൗ അഡ്ജസ്റ്റ് കണ്ടെയ്നർ റിട്ടേൺ വാല്യൂ. റിട്ടേൺ വാല്യൂ എത്രയാന്നാ പറഞ്ഞിട്ടുള്ളത്? 45 ആണ് കേട്ടോ. ടോട്ടല് 45 ആണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിട്ടേൺ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ഈ റിട്ടേൺ ചെയ്യേണ്ടി വന്നാല് എക്സ് ആൻഡ് വൈ, ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഏത് റേഷ്യോ നമ്മൾ ബേസ് ചെയ്യണം? നമ്മൾ ക്വാണ്ടിറ്റി എടുത്ത റേഷ്യോ ഉണ്ടായിരുന്നില്ല. ക്വാണ്ടിറ്റി ഏത് റേഷ്യോ നമ്മൾ എടുത്തത്? 3:2 ക്വാണ്ടിറ്റിന്റെ റേഷ്യോ കേട്ടോ. 3:2 റേഷ്യോയില്. അപ്പം എന്ത് ചെയ്യാ? എക്സിന്റെ ഷെയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? 3 divided by 5. 5 എങ്ങനെ വന്നത്? 3 + 2 5. അപ്പൊ 3 divided by 5 into 45 is equal to 27. Then y-ന്റെ ഷെയർ എങ്ങനെ കാണാം? 2 divided by 5 into 45 is equal to 18. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? റിട്ടേൺ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണ്ടേ? അപ്പം ആഫ്റ്റർ റെഡ്യൂസിങ് കണ്ടെയ്നറിന്റെ റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യാ? റെഡ്യൂസ് ചെയ്യാണ്. എന്ത്? നമുക്ക് ടോട്ടൽ ചെയ്ത് കിട്ടിയൊരു എമൗണ്ട് ഇതാ, എക്സിന്റെ എമൗണ്ട്, വൈന്റെ എമൗണ്ട്. ആ വൈന്റെ എമൗണ്ട് എന്ത് ചെയ്യാ? ഇത് മൈനസ് ചെയ്യുക. അപ്പൊ എക്സ് എത്രയാണ്? 1546 മൈനസ് 27. എന്ത് കിട്ടും? ടോട്ടല്
എത്ര കിട്ടും? ഓക്കെ, വൈൻ്റെത് എത്രയാണ്? 1226 മൈനസ് 80 എത്ര കിട്ടും? 1208 കിട്ടും. ഇനി ഇനി സിക്സ്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാല് സിക്സ്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് പെർ കെ ജി ആണ്. കോസ്റ്റ് പെർ കെ ജി കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാ? അപ്പൊ ഈ കിട്ടിയൊരു എമൗണ്ട് ഇല്ലേ, ആ എമൗണ്ട് നമുക്ക് ടോട്ടലൈസ്ഡ് ചെയ്ത് കിട്ടിയൊരു എമൗണ്ട് ഇല്ലേ, ആ എമൗണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മളെ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് എക്സിന്റെയും വൈന്റെയും ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ആ ക്വാണ്ടിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം? എമൗണ്ട് ചെയ്യാം. നമുക്ക് ടോട്ടലൈസ്ഡ് കിട്ടിയൊരു എമൗണ്ട് എത്രയാണ്? 1590. വൈകിൻ്റെത് 1208. ഇതിട്ട് നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്യണം? ക്വാണ്ടിറ്റി എമൗണ്ട് എത്രയാണ്? എക്സിൻ്റെത് 150ഉം വൈൻ്റെത് 100ഉം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10.13 എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12.08 എന്ന് കിട്ടും. അപ്പൊ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇനി നമുക്ക് ഓക്കെ, അപ്പൊ നമ്മൾ ഇതില് ഈ കണ്ടെയ്നർ കോസ്റ്റിന്റെ ആ ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ ആ ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ഇൻ പ്രൈസിങ് ഇൻ ദി ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസിങ്ങിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും ആ ഒരു ടൈമിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? When a company buys material at different times, price are not always the same. ഒരു കമ്പനി നമ്മൾ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ അത് പല ടൈമിലേക്കാനും പല പ്രൈസിനേക്കാനും ഓരോ കമ്പനി എന്ത് ചെയ്യുന്നത് വാങ്ങുന്നത്. എല്ലാവരും എന്താവാൻ ചാൻസ് ഇല്ല, ഒരുപോലെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിലൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു ബിസിനസ്സിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യാണ് ഇറക്കുമ്പോൾ പ്രൈസ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൈസ് എങ്ങനെ നമ്മൾ പറയണം, ആ ഒരു കാര്യമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രൈസ് അല്ലേ ഫസ്റ്റ് ടൈം ആൾക്കാർ നോക്കുക, പ്രൈസ് ആണ്. ഇപ്പോഴത്തെ ഒരു ഇതില് പ്രൈസ് കൂടിയതിന് നമ്മൾ വിചാരിക്കും ഇത്രയും പ്രൈസ് ഉണ്ടല്ലോ, അപ്പൊ എന്താവാൻ ചാൻസ് ഉണ്ട്, ഇതിനേക്കാളും നല്ല ക്വാണ്ടിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ കരുതാറുണ്ട്. അപ്പൊ പ്രൈസ് വലിയൊരു പ്രശ്നമാണ് ഇതില്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോ ഇതിൽ പറയുന്നുണ്ട് അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ദി മെറ്റീരിയൽ ബി ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളല്ലേ പ്രൈസിന്റെ കാര്യം, പ്രൈസ്. അപ്പം നമുക്ക് അത് നോക്കാം. എന്താ പറയുന്നത്? കുറച്ച് കാര്യങ്ങൾ പറയണല്ലേ. ദിസ് ഇസ് എ മേജർ ഇഷ്യൂ ഇസ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് പറയുന്നത്? മെറ്റീരിയൽ പ്രൈസ് കീപ് ചേഞ്ചിങ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ, ഡിഫറെന്റ് സപ്ലൈസ്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ്, ഗ്ലോബൽ മാർക്കറ്റ് പ്രൈസ് ചേഞ്ച്. അതായത് ഇതിലൊക്കെ മെറ്റീരിയൽ പ്രൈസ് കീപ് ചേഞ്ചിങ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ, വാല്യൂ ഓഫ് മണി ചേഞ്ചസ്. അതായത് പൈസന്റെ ചേഞ്ചസ്, അതിന്റെ വാല്യൂ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്, എന്താണ് വലിയൊരു കാര്യമാണ്. പിന്നെ ഡിഫറെന്റ് സപ്ലയേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള സപ്ലൈസ്, അതുപോലെ തന്നെ ഡിസ്കൗണ്ടിന്റെ ക്വാണ്ടിറ്റി, പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് പ്രൈസ് ചേഞ്ചസ്, മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രൈസ് ചേഞ്ചസ്, അതൊക്കെ എന്താണ് ഒരു വലിയൊരു പ്രോബ്ലം ആണ് അല്ലേ. ഇനി സോ ഇഫ് വി ബൗട്ട് ദി സെയിം മെറ്റീരിയൽ മൾട്ടിപ്പിൾ ടൈംസ് അറ്റ് ഡിഫറെന്റ് പ്രൈസസ്. ഇപ്പൊ നമ്മളിപ്പോ ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യുന്ന ടൈമില് അപ്പം ഒരേ പ്ലാറ്റ്ഫോമിലുള്ള പ്രൈസ് ആയിരിക്കില്ല മറ്റേ പ്ലാറ്റ്ഫോമിലുള്ളത്, ഡിഫറൻസ് വരാൻ ചാൻസ് ഇല്ലേ. അപ്പോൾ സോ വി ബൗട്ട് ദി സെയിം മെറ്റീരിയൽ മൾട്ടിപ്പിൾ ടൈം അറ്റ് ഡിഫറെന്റ് പ്രൈസസ്. നമ്മൾ പല ടൈമിലായിട്ട് പല പ്രൈസിൽ എന്ത് ചെയ്തിട്ടുണ്ട്,
സെയിം മെറ്റീരിയൽ തന്നെ പർച്ചേസ് വാങ്ങാറുണ്ട്. അപ്പം വിച്ച് പ്രൈസ് ഷുഡ് ബി യൂസ് വെൻ ഇഷ്യൂയിങ് ദം ടു പ്രൊഡ്യൂസർ. അപ്പം ഏത് പ്രൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, ആ ഒരു പ്രൊഡക്ഷന്റെ ടൈമിൽ നമ്മൾ ഏത് പ്രൈസ് ആണ് നമ്മൾ ഇഷ്യൂ അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് എന്ത് അറിയേണ്ടത്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് ജനുവരി 10 ഒരു 200 കിലോഗ്രാം എത്ര 30 രൂപ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ജനുവരി 16 അതും 300 കിലോഗ്രാം മറ്റ് 32 റുപ്പീസിന്. അപ്പൊ ജനുവരി 18 ആയപ്പോൾ 250 കിലോഗ്രാം ഇഷ്യൂഡ് ടു പ്രൊഡക്ഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം എന്താ ക്വസ്റ്റ്യൻ വെച്ചാല് ഷുഡ് ബി ചാർജ് ₹30 ഓർ 32. നമ്മളിപ്പോ ആ ഒരു ജനുവരി 18 നമ്മൾ ഏത് ചാർജാണ് നമ്മൾ കൊടുക്കേണ്ടത്? 30 ആണോ 32 ആണോ, അല്ലെങ്കിൽ അതിന്റെ ആവറേജ് 31 ആണോ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രൈസിങ് പ്രോബ്ലം. ദിസ് ഈസ് ദി റിയൽ പ്രൈസിങ് പ്രോബ്ലം. നമ്മൾ ജനുവരി 10 ഒരു പ്രൊഡക്റ്റ് കൊടുത്തപ്പോൾ 200 ആയിരുന്നു. 200 kgക്ക് 30, പിന്നെ 300 kgക്ക് 32, പിന്നെ 250 kgക്ക് എത്ര കൊടുക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? 30 കൊടുക്കണോ 32 കൊടുക്കണോ, അത് ഇതിന്റെ രണ്ടിന്റെ ആവറേജ് ആയിട്ടുള്ള 31 കൊടുക്കണോ എന്നൊരു ഇത് വന്നു. അതാണ് എന്ത് പ്രൈസിങ്ങില് വലിയ പ്രോബ്ലം ആയിട്ട് പറയുന്നത്. പിന്നെ എന്ത് പറയണ്ടേ, ഗുഡ് പ്രൈസിങ് മെത്തേഡ് ഷുഡ്, ഒരു നല്ല ഒരു പ്രൈസിങ് മെത്തേഡ് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നത്, മെത്തേഡ് ഏതൊക്കെയാന്ന് പറയുന്നത് റിക്കവർ ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്. ആക്ച്വൽ ആയിട്ടുള്ള കോസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ റിക്കവർ ചെയ്യണം. അതായത് ആക്ച്വൽ ആയിട്ടുള്ള ചെലവ് എന്ത് ചെയ്യണം? നമുക്ക് തിരിച്ചു കിട്ടണം. പിന്നെ റിഫ്ലക്ട് കറന്റ് മാർക്കറ്റ് പ്രൈസ്, നിലവിലുള്ള മാർക്കറ്റിലെ പ്രൈസ് എന്ത് ചെയ്യണം? റിഫ്ലക്ട്. പിന്നെ കീപ് ജോബ് കോസ്റ്റ് കൺസിസ്റ്റന്റ്, ഓരോ ജോബിനിടയിൽ എന്ത് ചെയ്യണം? കോസ്റ്റ് എന്ത് ചെയ്യണം? വ്യത്യാസപ്പെടാൻ പാടില്ല, വളരെ ഡിഫറെന്റ് ആവാൻ പാടില്ല. പിന്നെ നോട്ട് കോസ് മേജർ അഡ്ജസ്റ്റ്മെന്റ് ലേറ്റർ. എന്ത് വരാൻ പാടില്ല? സ്റ്റോക്കിങ്ങിനായിട്ട് വലിയൊരു എന്ത് വരാൻ പാടില്ല, ഒരു കോസ്, വലിയൊരു കാരണം അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചാൻസ് പാടില്ല. പിന്നെ എന്ത് വേണം? ബി സിമ്പിൾ ആൻഡ് ഈസി ടു യൂസ്, അത് സിമ്പിൾ ആയിട്ടുണ്ടാവണം, അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമുള്ളതായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഒരു ഗുഡ് പ്രൈസിങ് മെത്തേഡില് ഒരു ഗുഡ് പ്രൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു പ്രൈസിങ് മെത്തേഡ് തന്നെ പറയും, മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്. അതാണ് ഇനി അടുത്തത് പറയുന്നത്. നമുക്ക് ഫിഫോ ലിഫോ കേട്ടിട്ടുണ്ടോ നിങ്ങള്? അപ്പം ഫിഫോ അതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ ലിഫോ, പിന്നെ സ്പെസിഫിക് പ്രൈസ്. അങ്ങനെ ഓരോ കോസ്റ്റിന്റെ അടിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോ when materials are issued to production, companies must decide what price to use. മെറ്റീരിയൽസ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കമ്പനി എന്തറിഞ്ഞിട്ടുണ്ടായിരിക്കണം? അവര് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം ഏത് പ്രൈസ് ആണ് ഇതിന് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്തായിരിക്കണം? കമ്പനി മസ്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യണം. ഡിഫറെന്റ് മെത്തേഡ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു സോൾവ് ദിസ് പ്രോബ്ലം. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഏതൊക്കെയാണ് പലതരത്തിലുള്ള മെത്തേഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ 4 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് മെത്തേഡ്. തേർഡ് നാഷണൽ കോസ്റ്റ് മെത്തേഡ്. ഫോർത്ത് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്. ഇതാണ് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്. ആക്ച്വൽ കോസ്റ്റ് മെത്തേഡിന്റെ അണ്ടറിൽ എത്രണ്ണം വരുന്നുണ്ട്? 5 എണ്ണം വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതിന് ഫിഫോ എന്ന് പറയും. പിന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതിനെ ലിഫോ പറയും. പിന്നെ സ്പെസിഫിക് പ്രൈസ് ഹയസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഹിഫോ. പിന്നെ ബേസ് സ്റ്റോക്ക് മെത്തേഡ്. ഇത്രയാണ് ഫസ്റ്റ് മെത്തേഡിൽ വരുന്നത്. പിന്നെ സെക്കൻഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ സിമ്പിൾ ആവറേജ്, വെയിറ്റ് ആവറേജ്, പീരിയോഡിക് ആവറേജ്, മൂവിങ് ആവറേജ്.
ദെൻ തേർഡ് നാഷണൽ കോസ്റ്റ് മെത്തേഡില് സ്റ്റാൻഡേർഡ് പ്രൈസ്, ഇൻഫ്ലേറ്റഡ് പ്രൈസ്. ഫിഫ്തില് മാർക്കറ്റ് പ്രൈസ് മെത്തേഡില് റീപ്ലേസ്മെന്റ് പ്രൈസ്, നെറ്റ് റിയലൈസബിൾ പ്രൈസ്. ഇനി നമ്മൾ ഇതില് 5 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഫിഫോ എന്താ, ലിഫോ എന്താ, വെയ്റ്റഡ് ആവറേജ്, റീപ്ലേസ്മെന്റ് പ്രൈസ്, സ്റ്റാൻഡേർഡ് പ്രൈസ്. ഈ 5 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഈ ഡീറ്റെയിൽ ആയിട്ട് തിയറി ബേസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ ഈ 5 ഫസ്റ്റ് ഫിഫോ എന്താ നോക്കാം. ഫിഫോ മെത്തേഡ് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് അത് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. അതിനാണ് നമ്മൾ ഫിഫോ എന്ന് പറയുന്നത്. അപ്പം മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്തത് എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് തന്നെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വെൻ മെറ്റീരിയൽ ഈസ് ഇഷ്യൂഡ്, യൂസ് ദി പ്രൈസ് ഓഫ് ദി ഓൾഡസ്റ്റ് ലോട്ട് സ്റ്റിൽ ഇൻ സ്റ്റോക്ക്. അതായത് സ്റ്റോക്കിലുള്ള പഴയതാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. സ്റ്റോക്കിലുള്ള ആദ്യം ഉള്ളത് എന്ത് ചെയ്യും? നമ്മൾ ആദ്യം സ്റ്റോക്കിലുള്ളത് എന്ത് ചെയ്യും? കൊടുക്കും. അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞത്. പിന്നെ if that lot is not enough, use the next oldest and so on. പിന്നെന്താ പറഞ്ഞത്? പിന്നെന്താ പറയുന്നത്? നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റോക്കിലുള്ള ഏറ്റവും പഴയ ബാച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുക, ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനിയിപ്പം സെക്കൻഡ് പോയിന്റിൽ അത് മതിയായിട്ടില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിലെ പ്രൈസ് എന്ത് ചെയ്യും? നമ്മൾ യൂസ് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫിഫോ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് പറയണത് ദിസ് ഈസ് ഓൺലി ഫോർ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ പിന്നെന്താ പറഞ്ഞത്? ഫിസിക്കലി യു ഡു നോട്ട് നീഡ് ടു മൂവ് ദി ഓൾഡസ്റ്റ് സ്റ്റോക്ക്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓൾഡസ്റ്റ് സ്റ്റോക്കിനെ മൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അഡ്വാൻറ്റേജസിന്റെ ഫസ്റ്റ് പോയിന്റ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇതെന്താണ്? നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്. പിന്നെ നോ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഷോൺ, ഓൺലി ആക്ച്വൽ കോസ്റ്റ് ഈസ് യൂസ്ഡ്. പ്രോഫിറ്റ് ഉണ്ടായോ ലോസ് ഉണ്ടായോ എന്നല്ല ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് എന്ത് ചെയ്യുന്നില്ല? പ്രോഫിറ്റ് ലോസ് എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. എന്താ കാണിക്കുന്നത്? ആക്ച്വൽ കോസ്റ്റ് ആണ് ഇത് ഷോ ചെയ്യുന്നത്. പിന്നെ ഓൾഡ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫസ്റ്റ്, ഗുഡ് ഇൻവെന്ററി കൺട്രോൾ. ഇതെന്താ ചെയ്യുന്നത്? ആദ്യം ഉണ്ടായിരുന്ന സ്റ്റോക്കിൽ ആദ്യമുള്ള ഇൻവെന്ററീസ് ആണ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ആദ്യം സ്റ്റോക്കിലുള്ളത് ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? നല്ലൊരു ഗുഡ് ഇൻവെന്ററി കൺട്രോൾ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫോർത്ത് പോയിന്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ റിഫ്ലക്ട് ലേറ്റസ്റ്റ് പ്രൈസസ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ലേറ്റസ്റ്റ് പ്രൈസിലുള്ളതായിരിക്കാം ക്ലോസിംഗ് സ്റ്റോക്കിലെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞാല് കോംപ്ലിക്കേറ്റഡ് വെൻ പ്രൈസ് കീപ്പിംഗ് ചേഞ്ചസ്. അപ്പം പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് മാറുമ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാൽക്കുലേറ്റ് എന്ത് ചെയ്യും? കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ വൺ ഇഷ്യൂ മേ ഹാവ് മൾട്ടിപ്പിൾ പ്രൈസസ്. ഒരു ഇഷ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യണം? ഡിഫറെന്റ് പ്രൈസസ് നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ തേർഡ് പോയിന്റ് പറഞ്ഞാല് കമ്പയറിംഗ് കോസ്റ്റ് ബിറ്റ്വീൻ ജോബ് ഈസ് ഡിഫിക്കൽട്ട്. ഓരോ ജോബിന്റെയും കോസ്റ്റ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഡിഫിക്കൽട്ട് ആണ്. പിന്നെ ഫോർത്ത് പോയിന്റ് പറഞ്ഞാല് ഡസ് നോട്ട് റിഫ്ലക്ട് കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇത് എന്ത് ചെയ്യുന്നില്ല? പ്രൊഡക്ഷൻ കോസ്റ്റില് നമ്മളെ കറന്റ് മാർക്കറ്റിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ്
ലിഫോ നമുക്ക് മൂന്ന് തിയറി ബേസ് ലിഫോ ഫിഫോ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഇതിന്റെ മൂന്നിനും തിയറി ബേസ് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രോബ്ലം ചെയ്യാം. അതല്ലേ ഒന്നും കൂടി നല്ലത്. അപ്പൊ നമ്മള് ഇന്ന് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് വരെ ഇന്ന് പറയാം. തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ പ്രോബ്ലംസും ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ലിഫോ ആണ് പറയുന്നത്. ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മൾ ലാസ്റ്റ് വാങ്ങിയത് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. അപ്പം ദിസ് മീൻസ് ദി മോസ്റ്റ് റീസെന്റ് പർച്ചേസ്ഡ് മെറ്റീരിയൽ ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. How when materials are issued, നമ്മൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽസ് യൂസ് ദി പ്രൈസ് ഓഫ് ദി ലേറ്റസ്റ്റ് ബാച്ച് ഫസ്റ്റ്. ലിഫോൻ എന്താ പറയുന്നത്, നമ്മൾ ഇഷ്യൂ ചെയ്യാനായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ചിന്റെ പ്രൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. പിന്നെയോ ഇഫ് ദാറ്റ്സ് നോട്ട് ഇനഫ് മൂവ് ടു ദി നെക്സ്റ്റ് മോസ്റ്റ് റീസെന്റ് ബാച്ച് ആൻഡ് സോ ഓൺ. ഇനിയിപ്പോ അത് നമുക്ക് തികയത്തില്ല, ഇപ്പൊ എമൗണ്ട് നമുക്ക് പറ്റില്ല. ഇപ്പൊ ഒരു 1000 rupees ആണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നമ്മള് ലാസ്റ്റ് ഇഷ്യൂ ചെയ്തതിൽ 600 യൂണിറ്റേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ മുകളിൽ കൂടി എടുക്കേണ്ടി വരും. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് മനസ്സിലായിക്കോളും. അപ്പൊ അത് നമുക്ക് തികയാതെ വന്നാല് അടുത്തുള്ള പുതിയ ബാച്ചിന്റെ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. പിന്നെ ദിസ് ഈസ് ഓപ്പോസിറ്റ് ടു ഫിഫോ. ഇതെന്താണ്, ഫിഫോന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഫിഫോ എന്താ പറയുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യും. ലിഫോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തത് ഫസ്റ്റ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ലിഫോന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് കോസ്റ്റ് ഈസ് അപ് ടു ഡേറ്റ്. കോസ്റ്റ് എന്താണ്, അപ് ടു ഡേറ്റ് ആണ്. ലേറ്റസ്റ്റ് മെറ്റീരിയൽ പ്രൈസ് ഈസ് യൂസ്ഡ് ഫോർ കോസ്റ്റിംഗ്. അപ്പം ഏറ്റവും പുതിയ പ്രൈസ് നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, ലേറ്റസ്റ്റ് പ്രൈസ് അല്ലേ. ലേറ്റസ്റ്റ് പ്രൈസ് നമ്മൾ മെറ്റീരിയൽ പ്രൈസ് യൂസ് ചെയ്യുന്നതിനായിട്ട് എന്താണ്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്. ഇനി സെക്കൻഡ് പോയിന്റ്, യൂസ്ഫുൾ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ അല്ലേ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹയർ, സോ പ്രോഫിറ്റ് ആർ നോട്ട് ഓവർ സ്റ്റേറ്റഡ്. നമുക്ക് എന്താ പറയുന്നത്, ഇൻഫ്ലേഷനിൽ പ്രോഫിറ്റ് കൂടരുത്, കാരണം കൃത്യമായിട്ടുള്ള നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, കാണാനായിട്ട് കഴിയും. പിന്നെ തേർഡ് പോയിന്റ് എന്താ, ടാക്സ് ബെനിഫിറ്റ്, ഹയർ കോസ്റ്റ് ഇസ് ഇക്വൽ ടു ലോവർ പ്രോഫിറ്റ് ഇസ് ഇക്വൽ ടു ലെസ് ടാക്സ്. ടാക്സ് ബെനിഫിറ്റ് ആണ്, എന്താണ്, നമുക്ക് കുറച്ച് ടാക്സ് എന്ത് ചെയ്യാൻ മതി, കൊടുത്താൽ മതി. പിന്നെ ഫോർത്ത് പോയിന്റ് പറഞ്ഞാല് മാച്ചസ് മാർക്കറ്റ് ട്രെൻഡ്സ്. അതിനെന്താ, കറന്റ് മാർക്കറ്റ് ചേഞ്ചസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ കോസ്റ്റ്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മളെ മാർക്കറ്റിലെ ചേഞ്ചസ് ഇൻ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് എന്ത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിഫ്ത്ത് പോയിന്റ്, റെഡ്യൂസസ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇമ്പാക്ട് സ്മൂത്ത്നെസ് സഡൻ പ്രൈസ് ചേഞ്ചസ്. ഫിഫ്ത്ത് പോയിന്റിൽ എന്താ പറയുന്നത്, അപ്പം നമ്മുടെ പ്രൈസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഫ്ലക്ച്വേഷൻസ് എന്ത് ചെയ്യും, കുറവാവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞാല്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, നോട്ട് അലൗഡ് എവ്രിവെയർ. സം അക്കൗണ്ടിങ് ലോ ലൈക്ക് IFRS do not allowed LIFO. ഇതെന്ത് ചെയ്യുന്നില്ല, എല്ലാ ലോ സം അക്കൗണ്ടിങ് ലോ ഡു നോട്ട് അലൗ ലിഫോ. എല്ലാ നിയമങ്ങളും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത് സ്റ്റോക്ക് വാല്യൂ ഈസ് ഓൾഡ്, ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ഈസ് ഷോൺ അറ്റ് ഓൾഡ് പ്രൈസ്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്തേക്കാരം, ഓൾഡ് പ്രൈസിലേക്കാരം എന്ത് ചെയ്യുക, കാണിക്കുന്നത്. അതാണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജസ്. പിന്നെ തേർഡ് പറയുന്നത് ഹാർഡർ ടു മാനേജ്. നമുക്കിത് മാനേജ് ചെയ്യാൻ എന്താണ്, ഭയങ്കര ഹാർഡാണ്. നീഡ് ടു കീപ് ഫുൾ റെക്കോർഡ് ഓഫ് എവറി ന്യൂ ബാച്ച്. പിന്നെ എന്ത് വേണം, ഓരോ ബാച്ചിനും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യാൻ ഹാർഡാണ്. പിന്നെ ഫോർത്ത് പോയിന്റ്, കൺഫ്യൂസിങ് ടു അതേഴ്സ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, കൺഫ്യൂസിങ് ചെയ്യുന്നുണ്ട്. നോട്ട് ഈസി ടു എക്സ്പ്ലെയിൻ ടു നോൺ അക്കൗണ്ടിങ് സ്റ്റാഫ്. ഒരു അക്കൗണ്ടിങ് സ്റ്റാഫ് അല്ലാതെ ഒരാൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തല്ല, ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല എന്തെന്ന് പറയുന്നത്, ലിഫോ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, മേ നോട്ട് മാച്ച് ഫിസിക്കൽ ഫ്ലോ.
ഇൻ റിയൽ ലൈഫ് ഓൾഡ് സ്റ്റോക്ക് മേ ബി യൂസ്ഡ് ഫസ്റ്റ്. ഇതെന്താ പറയുന്നത്? ഓൾഡ് സ്റ്റോക്ക് ആണ് എന്ത് ചെയ്യുന്നത്? ഓൾഡ് സ്റ്റോക്ക് മേ ബി യൂസ്ഡ് ഫസ്റ്റ്. ഏതാ ഒരു റിയൽ ലൈഫിന്റെ കാര്യം പറയുമ്പോൾ എന്താ പറയുന്നത്? ലിഫോക്ക് എതിരാണ് ഇത്. കാരണം ഓൾഡ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് യൂസ് ചെയ്യല്ല. നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റേ ലിഫോന്റെ കേസ് പറയുമ്പോൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് വന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ലാസ്റ്റ് വന്നു അത് ഫസ്റ്റ് ഇഷ്യൂ ചെയ്യാം. അപ്പം ഓൾഡ് സ്റ്റോക്ക് എന്താവാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ആണ് ലിഫോന്റെ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. അപ്പൊ എന്താണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പറഞ്ഞാൽ? ഇൻ ദിസ് മെത്തേഡ് ദി ആവറേജ് പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ എവറി ന്യൂ പർച്ചേസ്. നമ്മൾ എന്ത് ചെയ്യും, ഓരോ പർച്ചേസും കഴിഞ്ഞാലും അതിന്റെ ആവറേജ് പ്രൈസ് എന്ത് ചെയ്യും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ബട്ട് ഈസ് നോട്ട് എ സിമ്പിൾ ആവറേജ്, ഇറ്റ് ഈസ് എ വെയ്റ്റഡ്. ഇത് എന്തല്ല, ഒരു സിമ്പിൾ ആവറേജ് മെത്തേഡ് അല്ല, ഇതെന്താണ്, വെയ്റ്റഡ് ആവറേജ് ആണ്. അതിനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്ത് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് ഇൻ സ്റ്റോക്ക്. അതായത് ഒരു മെറ്റീരിയൽ, സ്റ്റോക്കിലുള്ള മെറ്റീരിയൽസിന്റെ ടോട്ടൽ കോസ്റ്റ്, അപ്പം ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയുണ്ടോ ആ എമൗണ്ടിനെ ടോട്ടൽ യൂണിറ്റ് ഇൻ സ്റ്റോക്ക്, സ്റ്റോക്കിലുള്ള യൂണിറ്റ് ഇട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, വെയ്റ്റഡ് ആവറേജ് പ്രൈസിന്റെ ഫോർമുല. Then next, when materials are issued, use this average price even if different lots were bought at different prices. അതിലെന്താ പറയുന്നത്, മെറ്റീരിയൽസ് ആർ ഇഷ്യൂ. നമ്മൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോൾ യൂസ്ഡ് ഇൻ ആവറേജ് പ്രൈസ്, ഈ പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ഇഫ് ഡിഫറെന്റ് ലോട്ട്സ് വേർ ബൗട്ട് അറ്റ് ഡിഫറെന്റ് പ്രൈസസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേര് എങ്ങനെ ആയിക്കാരം വാങ്ങിയിട്ടുണ്ടാവുക, പല പ്രൈസസിന് ഏൽക്കാരം അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, വാങ്ങിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്ത്, അബൌട്ട് 100 യൂണിറ്റ് റുപ്പീസ് 5 ഇക്വൽ ടു 500. ഓരോ ഒന്നിനെ എന്ത് വെച്ചിട്ട്, 5 വെച്ചിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര യൂണിറ്റ്, 100 യൂണിറ്റ്. അപ്പൊ ടോട്ടല് 500. പിന്നെ about 200 യൂണിറ്റ് അറ്റ് റുപ്പീസ് 6. 200 യൂണിറ്റ് നമ്മള് 6 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ എത്ര ടോട്ടല്, 1200. പിന്നെ ടോട്ടൽ എത്രയാണ് ഇപ്പം, ടോട്ടൽ നമ്മള് 300 യൂണിറ്റ് എടുത്തു, റുപ്പീസ് എത്രയാണ്, 1700. നമ്മൾ എന്താ ചെയ്തത്, 100 യൂണിറ്റിന് എത്ര റേറ്റ് വെച്ചിട്ട്, 5 റേറ്റ് വെച്ചിട്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ എത്രയാണ്, 500. പിന്നെ 200 യൂണിറ്റിന് 6 റേറ്റ് വെച്ചിട്ട് ഇൻറ്റു ചെയ്തപ്പോ 1200. അപ്പൊ ടോട്ടൽ പറഞ്ഞാല് 300 യൂണിറ്റ് റുപ്പീസ് എത്രയാണ് ടോട്ടല്, 1700. അപ്പൊ വെയ്റ്റഡ് ആവറേജ് കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചത്, ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1700 ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് ഇൻ സ്റ്റോക്ക്. എത്ര യൂണിറ്റ് ആണ് നമുക്കുള്ളത്, 300. അപ്പോ 1700 ഡിവൈഡഡ് ബൈ 300 ഈക്വൽ ടു 5.67 പെർ യൂണിറ്റ്. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റിന്റെ എന്ത് കിട്ടി, പൈസ കിട്ടി. എത്രയാണ്, 5.67 എന്നുള്ളത്. ഇനി any issue will be charged at rupees 5.67 regardless of original prices. ഇനി അതിനെന്താ പറഞ്ഞ, ഇനിയിപ്പോ ഏതൊരു യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്താൽ എന്തെടുക്കാരാം, 5.67 നമ്മൾ എന്ത് ചെയ്യാം, റേറ്റ് കൊടുക്കുക. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് ആണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിന്റെ ഫസ്റ്റ് എന്താ പറയുന്നത്, സ്മൂത്ത് ആൻഡ് സ്റ്റേബിൾ പ്രൈസസ് ആണ്.
നോ ബിഗ് ചേഞ്ചസ് ഇൻ കോസ്റ്റ് ഡ്യൂ ടു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്. അതായത് പറയാന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് ഒരു ഫിക്സ്ഡ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. പിന്നെ ഈസി ടു കാൽക്കുലേറ്റ്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇത് ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് വൺ ഫോർമുല ആഫ്റ്റർ റീച്ച് പർച്ചേസ്. പിന്നെ ഫെയർ ടു ആൾ ജോബ്സ്, എല്ലാ ജോബ്സിനും എന്താണ് ഫെയർ ആണ്. ആൾ ജോബ്സ് ഗെറ്റ് സെയിം പ്രൈസ്, നോ കൺഫ്യൂഷൻ. എല്ലാ ജോബ്സിനും സെയിം പ്രൈസിൽ തന്നെയാണ് കിട്ടുക, ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. സേവ്സ് ടൈം, ടൈം എന്താണ് സേവ് ചെയ്യുന്നുണ്ട്. നോ നീഡ് ടു ട്രാക്ക് ബാച്ച് വൈസ്, നമുക്ക് എന്ത് ചെയ്യണം, ബാച്ച് വൈസ് നമ്മൾക്ക് ട്രാക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സേവ് ടൈം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. യൂസ്ഫുൾ വെൻ മെനി പർച്ചേസ് അറ്റ് ഡിഫറെന്റ് റേറ്റ് ഹാപ്പൻ. നമ്മൾ ഒരുപാട് പർച്ചേസ് നടത്തുമ്പോൾ, അപ്പം ഡിഫറെന്റ് റേറ്റിൽ ഒരുപാട് പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് എന്താണ് വെയിറ്റഡ് ആവറേജ് മെത്തേഡ് നമുക്ക് എന്താണ് യൂസ്ഫുൾ ആണ്. ഇത്രയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞാല് നോട്ട് ദി ആക്ച്വൽ കോസ്റ്റ്, ദ ഇഷ്യൂ പ്രൈസ് ഈസ് ആൻ ആവറേജ് നോട്ട് റിയൽ പർച്ചേസ് കോസ്റ്റ്. എന്താണ് ഇതെന്താണ്, വെയിറ്റഡ് ആവറേജ്, ആ ഹെഡിങ്ങിൽ തന്നെ അല്ലേ വെയിറ്റഡ് ആവറേജ് പ്രൈസ്. നമ്മൾ എന്താണ് പറയുന്നത്, ആവറേജ് പ്രൈസ് ആണ് പറയുന്നത്. അതിന്റെ ആക്ച്വൽ കോസ്റ്റ് നമ്മൾ പറയുന്നില്ല. നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആവറേജ് പ്രൈസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് പോയിന്റ്, ഈസി പർച്ചേസ് നീഡ്സ് ന്യൂ കാൽക്കുലേഷൻ. ഓരോ പർച്ചേസിനും എന്ത് ആവശ്യമുണ്ട്, പുതിയ കാൽക്കുലേഷൻ സംബന്ധമുണ്ട് ചെയ്യണം. ഓരോ പർച്ചേസ് കിട്ടുമ്പോഴും ആ പർച്ചേസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് ആർ റിയൽ വാല്യൂ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്തിലല്ല, റിയൽ വാല്യൂലല്ല കാണിക്കണത്. പിന്നെ ഡസ് നോട്ട് മാച്ച് ഫിസിക്കൽ ഫ്ലോ ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്കിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഫ്ലോക്ക് എന്ത് ചെയ്യുന്നില്ല, ഇത് മാച്ച് ചെയ്യുന്നില്ല. പിന്നെ സ്മാൾ എറേഴ്സ് ഇൻ ആവറേജ് ക്യാൻ കോസ് ടു ഡിഫറൻസസ്. ഫോർത്ത് പോയിന്റ്, ഇതിപ്പോ പറഞ്ഞേ ഫോർത്ത് പോയിന്റ് എന്താ പറഞ്ഞത്, ഡസ് നോട്ട് മാച്ച് ഫിസിക്കൽ ഫ്ലോ ഓഫ് സ്റ്റോക്ക് ലൈക്ക് എന്ത് ലിഫോ ഒക്കെ പോലെ എന്ത് ചെയ്യുന്നില്ല, ഫ്ലോ ആവുന്നില്ല ഇതിന്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഫിഫ്ത് പോയിന്റ് പറഞ്ഞാല് സ്മാൾ എറേഴ്സ് ഇൻ ആവറേജ് ക്യാൻ കോസ്റ്റ് ഡിഫറൻസസ്. അതിലെന്താ പറഞ്ഞാല് ചെറിയ തരത്തിലുള്ള എറേഴ്സ് ഒക്കെ നമുക്ക്, സ്മാൾ എറേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നില്ല, സോറി, സ്മാൾ എറേഴ്സ് ഇൻ ആവറേജ് ക്യാൻ കോസ്റ്റ് ഡിഫറൻസസ്. ചെറിയ തരത്തിലുള്ള മിസ്റ്റേക്സ് ഒക്കെ അല്ലെങ്കിൽ എറേഴ്സ് ഒക്കെ എന്തിന് ചാൻസ് വരും, വലിയ തരത്തിലുള്ള ഡിഫറൻസസ് എന്ത് ചെയ്യും അതിൽ വരുത്തുന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ പ്രൈസിങ് മെത്തേഡ്സാ പറഞ്ഞത്. അതിൽ ലിഫോ എന്താ പറഞ്ഞു, അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. പിന്നെ ഫിഫോ പറഞ്ഞു, ആദ്യം ഫിഫോ പിന്നെ ലിഫോ. നെക്സ്റ്റ് വെയിറ്റഡ് ആവറേജ് മെത്തേഡ്, അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ ഈ പറഞ്ഞ 3 മെത്തേഡ്സിന്റെയും പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് കഴിഞ്ഞാൽ ഇനി കുറച്ചൊരു ഭാഗം കൂടി, ഒരു 2 പ്രോബ്ലം കൂടിയുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ യൂണിറ്റ് കഴിയും. അപ്പൊ ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.